+1 സുവോളജി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നാം കോർഡിനേഷനെ കുറിച്ച്, വിവിധ തരം ന്യൂറോൺസിനെ കുറിച്ച്, ന്യൂറോൺസിൻ്റെ ഘടനയെക്കുറിച്ച്, ഇഫറൻറ്റ് പാത്വേയെക്കുറിച്ച്, അഫറൻറ്റ് പാത്വേയെക്കുറിച്ച് ഒക്കെ പഠിച്ചു. Today we are going to study how nerve impulses are generated and conducted, synapse, that is both electrical synapse and chemical synapse, as well as generation and conduction of nerve impulse. What is nerve impulse? Nerve impulse is a message that is conducted along the axon of a nerve. ഒരു നെർവിൻ്റെ ആക്സോണിൽ കൂടി കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജ് ആണ് നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. നെർവ് ഇമ്പൾസ് ഈസ് എ മെസ്സേജ് ദാറ്റ് ഈസ് കണ്ടക്റ്റഡ് അലോങ് ദി ആക്സോൺ ഓഫ് എ നെർവ്. സെൽസ് ഹാവ് ഗോട്ട് ദി എബിലിറ്റി ടു റെസ്പോണ്ട് ടു സ്റ്റിമുലസ് ആൻഡ് ദിസ് എബിലിറ്റി ഓഫ് സെൽസ് ഈസ് കോൾഡ് എക്സൈറ്റബിലിറ്റി. കോശങ്ങൾക്ക് സ്റ്റിമുലസിനോട് പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ട്. കോശങ്ങളുടെ ഈ കഴിവിനെ വിളിക്കുന്ന പേരാണ് എക്സൈറ്റബിലിറ്റി. നെർവ് സെൽസ് ആസ് വെൽ ആസ് മസിൽ സെൽസ് ആർ എക്സൈറ്റബിൾ ഇൻ നേച്ചർ. നെർവ് സെൽസിനും മസിൽ സെൽസിനും എക്സൈറ്റബിൾ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ സൂചിപ്പിച്ചല്ലോ, നെർവ് സെൽസിനും മസിൽ സെൽസിനും എക്സൈറ്റബിലിറ്റി ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ് അവയ്ക്ക് ഇങ്ങനെയൊരു പ്രോപ്പർട്ടി ഉള്ളത്? Both nerve cells and muscle cells get excited as their membranes are electrically polarized. അവയുടെ മെംബ്രെയിൻസിന് ഒരു ഇലക്ട്രിക്കൽ പോളറൈസേഷൻ ഉണ്ട്. അതായത് മെംബ്രെയിൻ്റെ ഒരു ഭാഗം പോസിറ്റീവ് ചാർജും മറുഭാഗം നെഗറ്റീവ് ചാർജും ഉള്ളവയാണ്. Their membranes are electrically polarized. That is, one side of the membrane is positive and the other side is negative. Conduction and generation of nerve impulse. Conduction of nerve impulse can be divided into two main phases: resting membrane potential and action membrane potential. Axoplasm contains a high concentration of potassium ions, negatively charged proteins, and a low concentration of sodium ions. The extracellular fluid contains a low concentration of potassium ions and a high concentration of sodium. This differential permeability is maintained by sodium-potassium pump present inside the membrane. The potential difference of an unexcited nerve fiber is called resting potential, and the neuron is said to be polarized. Reversal of polarity occur as the neuron gets excited on receiving a stimulus. This reversal of polarity is called depolarization. Action potential travels as a wave of depolarization along the nerve fiber. The electrical potential difference that exists across the cell membrane is known as membrane potential. സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് എക്സിസ്റ്റ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ ഈസ് റെഫർഡ് ടു ആസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. എന്തുകൊണ്ടാണ് ഈ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് അക്രോസ് ദ മെംബ്രെയിൻ. മെംബ്രെയിനിലുള്ള അയോൺസിൻ്റെ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം കാണപ്പെടുന്നത്. When a neuron is not conducting any impulse, it is said to be at rest. ഒരു ന്യൂറോൺ ഒരു ഇമ്പൾസും കണ്ടക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ന്യൂറോൺ റെസ്റ്റിലാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ ന്യൂറോണിനെ റെസ്റ്റിംഗ് ന്യൂറോൺ എന്ന് വിളിക്കാം. When a neuron is not conducting any impulse, that is, it is at rest, the axonal membrane is more permeable to potassium ions and less permeable to sodium ions. ഒരു റെസ്റ്റിംഗ് ന്യൂറോണിൻ്റെ ആക്സോണൽ മെംബ്രെയിനിൽ കൂടി കൂടുതൽ പൊട്ടാഷ്യം അയോൺസ് കടന്നു പോവുകയും സോഡിയം അയോൺസ് കുറച്ചു മാത്രം കടന്നു പോവുകയും ചെയ്യുന്നു.
ആക്സോണിന്റെ ഉള്ളിൽ കാണുന്ന സൈറ്റോപ്ലാസത്തെയാണ് ആക്സോപ്ലാസം എന്ന് വിളിക്കുന്നത്. The cytoplasm seen inside the axon is referred to as axoplasm. This axoplasm contains high concentration of negatively charged proteins, high concentration of potassium ions and low concentration of sodium ions. ഒരു ആക്സോണിന്റെ ആക്സോപ്ലാസത്തിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, പൊട്ടാഷ്യം അയോൺസിന്റെ കോൺസെൻട്രേഷനും കൂടുതലാണ്. അതേസമയം സോഡിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. എന്നാൽ ആക്സോണിന്റെ പുറത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡിന്റെ കാര്യമോ, അവിടെ പൊട്ടാഷ്യം അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അതേസമയം സോഡിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ആക്സോപ്ലാസത്തിൽ ചില അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതിന്റെ പുറത്ത് കാണുന്ന ഫ്ലൂയിഡില് ചില അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവുമാണെന്ന്. ഈ ഒരു ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കാരണം മെംബ്രെയിന്റെ അകത്തും പുറത്തും ചാർജ് കാണപ്പെടുന്നു. മെംബ്രെയിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജും മെംബ്രെയിന്റെ പുറത്ത് പോസിറ്റീവ് ചാർജുമാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മെംബ്രെയിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജ് കാണപ്പെടുന്നത്? മെംബ്രെയിന്റെ ഉള്ളിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പൊട്ടാഷ്യം അയോൺസ് ഉണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലെ ചാർജ് നെഗറ്റീവ് ആയത്? അതിൻ്റെ കാരണം അതിനുള്ളിൽ കാണപ്പെടുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ചില പ്രോട്ടീൻസ് ആണ്. ദിസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് across the membrane of a resting neuron is called a resting membrane potential. ഒരു റെസ്റ്റിംഗ് ന്യൂറോണിന്റെ മെംബ്രെയിനിൽ കാണുന്ന ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. എങ്ങനെയാണ് ഈ അയോണിക് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ അയോണിക് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? This is maintained by the active transport of ions by the sodium potassium pump. ഈ ചാർജ് ഇപ്രകാരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അയോൺസിന്റെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. സോഡിയം പൊട്ടാഷ്യം പമ്പാണ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നിർവഹിക്കുന്നത്. സോഡിയം പൊട്ടാഷ്യം പമ്പ് will transport 3 sodium ions outwards for 2 potassium ions into the cell. കോശത്തിനുള്ളിലേക്ക് 2 പൊട്ടാഷ്യം അയോൺസ് കൊണ്ടുപോകുമ്പോൾ കോശത്തിന് പുറത്തേക്ക് 3 സോഡിയം അയോൺസിനെയാണ് കൊണ്ടെത്തിക്കുന്നത്. ഇപ്രകാരം സോഡിയം പൊട്ടാഷ്യം അയോൺസിനെ സെല്ലിനുള്ളിലേക്കും പുറത്തേക്കും കൊണ്ടുപോകുന്നത് വഴിയാണ് ഈ ഒരു ചാർജ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. The sodium potassium pump will transport 3 sodium ions outwards for 2 potassium ions into the cell. What happens when a stimulus is applied at a point? ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇവിടെ a charge reversal will occur or a reversal of polarity will occur. എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിന്റെ ഉൾഭാഗം ഇപ്പോൾ പോസിറ്റീവ് ചാർജും സെല്ലിന്റെ പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. How does this occur? Sodium ions will enter into the cell and impart a positive charge towards the inner side of the membrane, and the outside of the membrane will become negative. This reversal of polarity is known as depolarization. When a stimulus reaches a particular point, the sodium potassium pump will stop working. As a result, sodium ions will rush into the cell and impart a positive charge towards the inner side. At the same time, the outside will become negatively charged. This reversal of polarity is known as depolarization. The electrical potential difference
during depolarization across a plasma membrane is called action potential. ഈ ഡീപോളറൈസേഷൻ നടക്കുന്ന സമയത്ത് ഉരുവാകുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. Depolarization will last only for a moment. That is, immediately the sodium pump will become active and the resting membrane potential is restored. ഈ ഡീപോളറൈസേഷൻ വളരെ ചെറിയ ഒരു സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താണ്? വളരെ വേഗം തന്നെ സോഡിയം പമ്പ് ആക്റ്റീവ് ആവുകയും റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. The restoration of resting membrane potential is known as repolarization. വീണ്ടും അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുന്നതിനെയാണ് റീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. The restoration of resting membrane potential is referred to as repolarization. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? The outer side will again become positively charged and the inner side will become negatively charged. Repolarization നടക്കുമ്പോൾ ഔട്ടർ സൈഡ് വീണ്ടും പോസിറ്റീവ് ചാർജ് ആവുകയും ഇന്നർ സൈഡ് വീണ്ടും നെഗറ്റീവ് ചാർജ് ആവുകയും ചെയ്യുന്നു. What happens to the action potential that is formed at one point? The action potential that is formed at one point will become a stimulus for the next region. ഒരു ഭാഗത്ത് ഉരുവാകുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ് അടുത്ത ഭാഗത്തേക്കുള്ള സ്റ്റിമുലസ് ആയി പ്രവർത്തിക്കുന്നത്. As a result, the polarized area will become depolarized and there occur a heavy inflow of sodium ions. Soon, repolarization will occur and the process will be repeated. As a result, the action potential will travel from one part of the neuron to the other and thus the impulse is conducted all along the neuron. ഒരു ഭാഗത്തുണ്ടാകുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ അടുത്ത ഭാഗത്തേക്കുള്ള സ്റ്റിമുലസ് ആകുന്നു. അവിടെയും ഡീപോളറൈസേഷനും റീപോളറൈസേഷനും നടക്കുന്നു. അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു നെർവ് സെല്ലിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ട്രാവൽ ചെയ്യുന്നു. ദിസ് ഇസ് ഹൗ a nerve impulse is conducted. Next we are going to learn how the impulse is being transmitted across a nerve. Nerve impulse transmission occur from one neuron to another through certain junctions. These junctions are called synapses. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ചില ജംഗ്ഷൻസിലൂടെയാണ്. ഈ ജംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. വാട്ട് ഇസ് എ സിനാപ്സ്? Or how can you define a synapse? A synapse can be defined as the functional junction between two neurons. രണ്ട് ന്യൂറോൺസിന്റെ ഇടയിലുള്ള ഫങ്ഷണൽ ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ രണ്ട് ന്യൂറോൺസ് കൂട്ടിമുട്ടുന്ന ഭാഗത്തിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുക. സിനാപ്സിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുവരുന്ന ന്യൂറോണിനെയാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കുക. ന്യൂറോൺ that brings impulse to the synapse is called presynaptic neuron. Presynaptic neuronന്റെ ആക്സോൺ ടെർമിനൽസിൽ മൈലിൻ ഷീത്ത് ഇല്ല. The neuron which carry impulse away from the synapse is called a postsynaptic neuron. സിനാപ്സിൽ നിന്ന് ഇമ്പൾസ് ദൂരേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോൺ ആണ് പോസ്റ്റ്സിനാപ്റ്റിക് ന്യൂറോൺ. At the region of the synapse, the presynaptic membrane and the postsynaptic membrane are separated by a fluid-filled gap. This fluid-filled gap is referred to as the synaptic cleft. Presynaptic membraneയും postsynaptic membraneയും ഇടയിലായി ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിലാണെങ്കിലോ ഒരു ഫ്ലൂയിഡും നിറഞ്ഞിട്ടുണ്ട്. ഈ ഗ്യാപ്പിന്റെ പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. How many types of synapses are there? Yes, you are right. There are two types of synapses. Which are they? They are electrical synapse and chemical synapse.
സിനാപ്സ് രണ്ട് തരമാണ്. ഒന്ന് ഇലക്ട്രിക്കൽ സിനാപ്സ്, മറ്റൊന്ന് കെമിക്കൽ സിനാപ്സ്. In the case of electrical synapse, the membranes of the presynaptic neuron and postsynaptic neuron are in very close proximity. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിന്റെ കാര്യം. ഈ ഇലക്ട്രിക്കൽ സിനാപ്സിന്റെ കേസിൽ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വളരെ ചെറുതാണ്. അതായത് ഈ രണ്ട് മെംബ്രെയിൻസും പ്രീസിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിനും പോസ്റ്റ്സിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിനും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂറോണിൽ നിന്നുള്ള ഇലക്ട്രിക് കറണ്ടിന് ഡയറക്റ്റ് ആയിട്ട് അടുത്ത ന്യൂറോണിലേക്ക് ഈ സിനാപ്സിലൂടെ യാത്ര ചെയ്യാൻ കഴിയും. The electrical current can flow directly from one neuron to another across these synapses. Why? Because their membranes are in very close proximity. Impulse transmission across an electrical synapse is very similar to the impulse transmission along an axon. ഒരു ആക്സോണിൽ കൂടി എപ്രകാരമാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രിക്കൽ സിനാപ്സിൽ കൂടിയും ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുക. ഇമ്പൾസ് ട്രാൻസ്മിഷൻ ത്രൂ ആൻ ഇലക്ട്രിക്കൽ സിനാപ്സ് is always faster than that across a chemical synapse. ഒരു കെമിക്കൽ സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷനുമായി താരതമ്യം ചെയ്താൽ ഒരു ഇലക്ട്രിക്കൽ സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ വളരെ വേഗത്തിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ സിനാപ്സ് വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. Electrical synapses are very rare in our neural system. Next, we are going to learn about chemical synapse. So, let's watch a video on chemical synapse. Place where an axon terminal meets another cell is called a synapse. Neuron that sends the nerve impulse is called presynaptic neuron, and that which receives the impulse is called postsynaptic neuron. At a chemical synapse, there is a synaptic cleft between presynaptic and postsynaptic neuron. When an impulse reaches the axon terminal, it stimulates the movement of synaptic vesicles towards the membrane, where they fuse and release neurotransmitters into the synaptic cleft. Released neurotransmitters bind to specific receptors in the postsynaptic membrane, thereby opening ion channels. This will allow entry of ions which generate an action potential. In the case of chemical synapse, there is a fluid-filled space between the presynaptic neuron and the postsynaptic neuron. Presynaptic neuronന്റെയും postsynaptic neuronന്റെയും ഇടയിൽ ഒരു fluid-filled space ഉണ്ട്. ഈ fluid-filled space ആണല്ലോ synaptic cleft. Yes, there is a synaptic cleft between the presynaptic neuron and the postsynaptic neuron. Presynaptic neurons have swellings. And what is the name of these swellings? They are referred to as synaptic node or synaptic buttons. ഈ presynaptic neuronsന്റെ അറ്റത്ത് ചില സ്വെല്ലിങ്സ് ഉണ്ട്. ആ സ്വെല്ലിങ്സിന്റെ പേരാണ് സിനാപ്റ്റിക് നോഡ്, അല്ലെങ്കിൽ അവയെ വിളിക്കുന്നു സിനാപ്റ്റിക് ബട്ടൺസ്. എന്താണ് ഇവയ്ക്കുള്ളിൽ കാണപ്പെടുക? They contain synaptic vesicles which are filled with neurotransmitters. സിനാപ്റ്റിക് നോബിനുള്ളിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് കാണപ്പെടുന്നു. സിനാപ്റ്റിക് വെസിക്കിൾസിലാകട്ടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും കാണപ്പെടുന്നു. ഏതൊക്കെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? അഡ്രിനാലിനും അസറ്റൈൽ കൊളീനും. Which are the neurotransmitters? Adrenaline and acetylcholine. Now let us see what happens when an impulse arrives at the axon terminal. When an impulse or action potential arrives at the axon terminal, it will stimulate the movement of the synaptic vesicles towards the membrane. ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു ആക്സോൺ ടെർമിനൽ എത്തിയാൽ അത് ഈ സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ മൂവ്മെന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു.
സിനാപ്റ്റിക് വെസിക്കിൾസ് മെംബ്രെയിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുകയും അത് പ്ലാസ്മ മെംബ്രെയിനുമായി ഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ഈ സിനാപ്റ്റിക് വെസിക്കിൾ പൊട്ടുകയും അതിനുള്ളിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. So what happens when an impulse arrives? When an impulse arrives, the movement of synaptic vesicles towards the membrane are being stimulated. These synaptic vesicles will fuse with the plasma membrane and release neurotransmitters into the synaptic cleft. Now what happens? As the neurotransmitters are released to the synaptic cleft, they will bind to their specific receptors that are present in the postsynaptic membrane. പോസ്റ്റ് മെംബ്രെയിനിൽ ധാരാളം റിസപ്റ്റേഴ്സ് ഉണ്ട്. റിലീസ് ചെയ്യപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോയി ഈ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കുന്നു? ദിസ് ബൈൻഡിങ് വിൽ ഓപ്പൺ അയോൺ ചാനൽസ് and this will allow the entry of ions which will generate a new potential in the postsynaptic neuron. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ കൂടി ഡിഫ്യൂസ് ചെയ്ത് റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അയോൺ ചാനൽസ് തുറക്കപ്പെടുന്നു. അയോൺ ചാനൽസ് തുറന്നാലോ അയോൺസ് യഥേഷ്ടം ന്യൂറോണിനുള്ളിലേക്ക് പ്രവഹിക്കും. തൽഫലമായി ഒരു പുതിയ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെട്ട ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻഹിബിറ്ററിയും ആകാം എക്സൈറ്റേറ്ററിയും ആകാം. The action potential which is developed may be excitatory or inhibitory. നമ്മൾ ഇമ്പൾസ് ട്രാൻസ്മിഷനെ കുറിച്ച് പഠിച്ച കാര്യം ഒരു ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തിയാൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. Impulse reaches the axon terminal, synaptic vesicles bind and fuse with the plasma membrane, release of neurotransmitter, diffusion of neurotransmitter across synaptic cleft, binding of neurotransmitter to receptors in the postsynaptic membrane, opening of ion channels allowing ion entry, and generation of action potential. What all things did we learn today? We learned about nerve impulse. എന്താണ് nerve impulse? Nerve impulse is a message that is conducted along the axon of a nerve. ഒരു നെർവിന്റെ ആക്സോണിൽ കൂടി കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജ് ആണ് nerve impulse എന്ന് നാം കണ്ടു. Then we learned about resting membrane potential. What is resting membrane potential? The electrical potential difference across the membrane of a resting neuron is called the resting membrane potential. അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് ന്യൂറോണിന്റെ ഉൾഭാഗത്ത് നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജുമാണ് എന്ന് നാം കണ്ടു. എങ്ങനെയാണ് ഉൾഭാഗത്ത് നെഗറ്റീവ് ചാർജ് വരുന്നത്? അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് ഇമ്പാർട്ട് ചെയ്യുന്ന ചാർജാണ് ഈ നെഗറ്റീവ് ചാർജ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. Then we studied about depolarization. What is depolarization? It is the reversal of polarity. അതായത് സെല്ലിന്റെ ഉൾഭാഗം പോസിറ്റീവ്ലി ചാർജ്ഡും പുറഭാഗം നെഗറ്റീവ്ലി ചാർജ്ഡും ആകുന്നതാണ് ഡീപോളറൈസേഷൻ. സിനാപ്സ്. സിനാപ്സ് is the functional junction between two neurons. രണ്ട് ന്യൂറോൺസിന്റെ ഇടയ്ക്കുള്ള ആ ഭാഗമാണ് സിനാപ്സ് എന്ന് നാം പഠിച്ചു. രണ്ട് ടൈപ്പ് സിനാപ്സിനെ കുറിച്ച് പഠിച്ചു. ഇലക്ട്രിക്കൽ സിനാപ്സും കെമിക്കൽ സിനാപ്സും. രണ്ട് സിനാപ്സിലും കൂടിയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ എപ്രകാരമാണ് നടക്കുന്നത് എന്ന് നാം പഠിച്ചു. തുടർ പ്രവർത്തനങ്ങൾക്കായി ചില ചോദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുക. പ്ലീസ് നോട്ട് ഡൗൺ ദീസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ resting potential and action potential. Compare resting potential and action potential. Question number 2, explain the following processes. A part of the question, polarization of membrane of a nerve fiber. B part,
Depolarization of membrane of a nerve fiber. C part of the question, conduction of a nerve impulse along a nerve fiber. And D part of the question, transmission of a nerve impulse across a chemical synapse. I repeat, explain the following processes. Polarization of membrane of a nerve fiber, depolarization of membrane of a nerve fiber, conduction of a nerve impulse along a nerve fiber, and transmission of a nerve impulse across a chemical synapse. Question number 3. Give a brief account of the mechanism of synaptic transmission. Give a brief account of the mechanism of synaptic transmission. ഇന്നത്തെ പാഠഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ നിങ്ങളുടെ അധ്യാപകരുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.